ഹലോ, ഗുഡ് മോർണിംഗ്. അയർൻസ് ടെക്നോളജീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പരിവാഹൻ സൈറ്റിലേക്കൊക്കെ പുതിയ സ്ഥാപനം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ പരിവാഹൻ സൈറ്റ് എടുത്തതിന് ശേഷം ഓൺലൈൻ സർവീസ് എടുക്കുക. ഓൺലൈൻ സർവീസിൽ PUCC എന്ന് കാണാൻ പറ്റും. ആ PUCC എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് ന്യൂ രജിസ്ട്രേഷൻ ചെയ്യാൻ കഴിയും. ഓൺലൈൻ സർവീസിൽ PUCC ഈ PUCCയിലാണ് പുതിയ സെൻറ്റർ രജിസ്റ്റർ ചെയ്യുന്നത്. രജിസ്ട്രേഷൻ ന്യൂ PUCC. ഓക്കെ, രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഫീസ് അടയ്ക്കാം, അല്ലെങ്കിൽ ഈ ഓൺലൈൻ സർവീസിൽ കയറി ഓൺലൈൻ പേയ്മെൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ കയറി നമുക്ക് ഫീസ് അടയ്ക്കാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് റെസിപ്റ്റ്, ഫീസിൻ്റെ റെസിപ്റ്റും കളക്ട് ചെയ്യാൻ പറ്റും. ഇനി അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ്, ഇതെല്ലാം ചെയ്തതിന് ശേഷം 8 ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഈ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ആപ്ലിക്കേഷൻ നമ്പർ അടിക്കാനുള്ള ഒരു കോളം വരും, പിന്നെ ഒരു ക്യാപ്ച അടിക്കാൻ വരും. ഈ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടിയിട്ടുണ്ടാവും. ആ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് കൊടുത്തു കഴിഞ്ഞ് കിട്ടുന്നത് ഇതുപോലെ ആയിരിക്കും. ഈ പേജ് പോലെ ഓപ്പൺ ആവും. ഫസ്റ്റ് കാലിബ്രേഷൻ എന്ന് പറഞ്ഞൊരു പേജാണ്. പിന്നെ ഡീലർ ഇൻസ്ട്രക്ഷൻ, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, പ്രൂഫ് ഓഫ് എൻറ്റിറ്റി, PCC സെൻട്രൽ ലൈസൻസ്, ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, ടൈപ്പ് അപ്രൂവൽ, പിന്നെ മെഷീൻ AMC. ഇത്രയും പേജുകളാണ് കൊടുക്കാനുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ കൂടെ സബ് കാറ്റഗറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കാലിബ്രേഷൻ ആണെങ്കിൽ സബ് കാറ്റഗറി എന്നുള്ളത് കാലിബ്രേഷൻ റിപ്പോർട്ടാണ്. അങ്ങനെ സബ് കാറ്റഗറി കൊടുക്കുക. ഇപ്പം ഡീലർ ഇൻസ്പെക്ഷൻ റിപ്പോർട്ടാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഡിക്ലറേഷൻ ഫോം ഉണ്ടാവും. അങ്ങനെ ഓരോന്നും സബ് കാറ്റഗറി സെലക്ട് ചെയ്യണം. അതിന് ശേഷമാണ് ഡോക്യുമെൻ്റ് യൂണീക്ക് നമ്പർ. അപ്പോൾ നമ്മളിപ്പോൾ കാലിബ്രേഷൻ ആണെങ്കിൽ അതിൻ്റെ നമ്പർ 1 കൊടുക്കുക. ഡോക്യുമെൻ്റ് യൂണിറ്റ് നമ്പർ അടുത്തത് അതിൻ്റെ എന്താണ് ഡീലർ ഇൻസ്പെക്ഷൻ ഫോം എത്രയല്ലേ കൊടുക്കുന്നത്, 2, അത് 3, അങ്ങനെ ഓർഡർ കൊടുക്കുക. ഡോക്യുമെൻ്റ് യൂണിക്ക് നമ്പർ എന്ന് പറഞ്ഞിട്ട് അതിന് ശേഷം ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം ഓരോന്നിലും. ഈ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 200K വരെ ഉള്ള മാത്രമേ ഫയലുകൾ ഇതിൻ്റെ അകത്ത് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അത് PDF ഫോർമാറ്റിൽ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫയലിനകത്ത് PDF ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് ശേഷം അത് 200Kയിൽ താഴെയാക്കി അതിൻ്റെ ഇത് കംപ്രസ് ചെയ്യണം. ഇപ്പോൾ കംപ്രസ് ചെയ്യാൻ പല സൈറ്റുകളുണ്ട് ഓൺലൈൻ കംപ്രസ് ചെയ്യാനായിട്ട്. എക്സാമ്പിളാണ് I Love PDF എന്ന് പറഞ്ഞൊരു ഓൺലൈൻ കംപ്രസിങ് സൈറ്റ് ഉണ്ട്. പിന്നെ ബിഗ് PDF എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു കംപ്രഷൻ ഇത് കിട്ടും. അങ്ങനെ പല രീതിയിൽ നമുക്ക് കംപ്രസ് ചെയ്തിട്ട് സൈസ് കുറയ്ക്കാൻ പറ്റും. എന്നിട്ട് ഇതിങ്ങനെ ഓരോന്നായിട്ട് ഇതുപോലെ എൻ്റർ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മറ്റൊരു കാര്യം നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇപ്പോൾ പുതിയ സെൻറ്റർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് ഈ വീണ്ടും ഇവിടെ സെൻറ്റർ ലൈസൻസ് എന്ന് പറഞ്ഞൊരു കോളം ചോദിക്കുന്നുണ്ട്. ഈ PUC സെൻറ്റർ ലൈസൻസ്. ഇപ്പം പുതിയ സെൻറ്റർ ആകുമ്പോൾ അവിടെ ലൈസൻസ് കൊടുക്കാൻ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഡീലർ ഇൻസ്പെക്ഷൻ ഫോം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുള്ളൊരു ഫോം തന്നെ അവിടെ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ അകത്ത് ചോദിക്കാത്ത കുറച്ച് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ റൂമിൻ്റെ എഗ്രിമെൻറ്റ്, ലൊക്കേഷൻ സ്കെച്ച്, അങ്ങനെ ലൈസൻസിന് ആവശ്യമായിട്ടുള്ള മറ്റ് പേപ്പറുകൾ ഇതിൻ്റെ അകത്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഇല്ല. അങ്ങനത്തെ ഉള്ള ഫയലുകൾ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പേജിൽ ഈ ഒരു കോളത്തിൽ, അതായത് PUC സെൻറ്റർ ലൈസൻസ് എന്നുള്ളിടത്ത് കൊടുക്കുക. ഇപ്പം പുതിയൊരു സെൻറ്ററായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ PUC സെൻറ്റർ ലൈസൻസ് എന്നുള്ളിടത്ത് പഴയ ലൈസൻസോ അല്ലെങ്കിൽ മറ്റുള്ള ഒന്നും അല്ല അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതുപോലെയുള്ള ഒന്നല്ലെങ്കിൽ ഡീലർ ഇൻസ്പെക്ഷൻ ഫോം തന്നെ അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ റൂമിൻ്റെ എഗ്രിമെൻറ്റ് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ ഇത് സൈസ് കുറച്ചിട്ട് വേണം ഇതിൻ്റെ ഉള്ളിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇങ്ങനെ ഇത് സൈസ് കുറച്ച് അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അടിയിൽ ഇവിടെ സേവ് എന്ന് സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ കൊടുക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിന് സമയപരിധിയുണ്ട്. വളരെ പെട്ടെന്ന് ഇതൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ കൂടുതൽ സമയം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഒരു എററായിരിക്കും വരുന്നത്. ഇപ്പോൾ എറർ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല, വീണ്ടും ഇതുപോലെ എടുത്ത് ആദ്യം തൊട്ട് ചെയ്യണം. പെട്ടെന്ന് ടൈം കളയാതെ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്ലോഡ് ആയിക്കോളും. പിന്നെ ചില സമയത്ത് നമ്മളിവിടെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എടുക്കുക. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഓൺലൈൻ സർവീസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ കയറി ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. അതിൽ പോയി നോക്കണം.
നമ്മൾ ഈ അപ്ലോഡ് ചെയ്തതൊക്കെ അവിടെ വന്നിട്ടുണ്ടോ എന്ന്. അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയില്ല. അവിടെ ഉണ്ടാവുക വെയിറ്റിംഗ് ഫോർ പിന്നെ എന്താണ് അപ്രൂവൽ, അതായത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് പെൻഡിങ് ഫോർ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആണെങ്കിൽ നമ്മൾ ഈ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് അവിടെ എത്തിയെന്നർത്ഥം. അത് വന്നിട്ടില്ലെങ്കിൽ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് തന്നെയായിരിക്കും അവിടെ കാണിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് പോയിട്ടില്ലാത്ത കേസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും ഈ പേജ് വന്നിട്ട് ഈ സബ്മിറ്റ് ബട്ടൺ ഉണ്ട് താഴെ. ഈ സബ്മിറ്റ് ബട്ടൺ ഒരു 4-5 പ്രാവശ്യം വെറുതെ പ്രസ് ചെയ്യാം. വെറുതെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അത് അങ്ങോട്ടേക്ക് വീണ്ടും അപ്ലോഡ് കറക്റ്റായിട്ട് വന്നോളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സിനുള്ളത്. ഓക്കെ, താങ്ക്സ്.